ഹായ് എവരിവൺ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 31, അതായത് ഈ വർഷം കഴിഞ്ഞു, പുതുവത്സരത്തെ വരവേൽക്കാൻ പോകുന്നു. അപ്പം ഞങ്ങൾ സമയം ഇപ്പം 10:20 ഒരുങ്ങി കിട്ടി. ഇവിടെ ഗോഷ്ടി കാണിച്ചുകൊണ്ട് നിൽക്കുകയല്ല, ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം എനിക്കിന്ന് വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഈ 3-4 ദിവസമായിട്ട് കുറച്ച് ഓട്ടത്തിലായിരുന്നു. അപ്പോൾ വിചാരിച്ചു വന്ന് നല്ല ടയേർഡാണ്, എനിക്ക് ഒട്ടും വയ്യ. എന്നാലും പുതിയ വർഷമാകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചടച്ചുകൂടി വീട്ടിലിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഒന്ന് ചുമ്മാ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ വർഷം ഫോർട്ട് കൊച്ചി എല്ലാ വർഷവും പോകാറുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഫോർട്ട് കൊച്ചി മാറ്റിയിട്ടൊന്ന് മലയാറ്റൂർ പിടിച്ചു. അവിടെ ഒട്ടുക്കത്തെ തിരക്ക്. അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല എന്ന് വെച്ച് വന്നു. അത് വർക്ക് കഴിഞ്ഞിട്ട് വന്നപ്പോൾ 8 മണിയായി, 7:45 കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ വിചാരിച്ചു ഞങ്ങൾ പോകുന്ന വഴിക്ക്, മലയാറ്റൂർ അന്ന് കഴിഞ്ഞ വർഷം പോകുന്ന വഴിക്ക് നമ്മുടെ ഇവിടെ MGO ക്വാർട്ടേഴ്സിൽ പപ്പാനീനെ കത്തിക്കുന്നതായിട്ടൊരു രൂപമൊക്കെ ഞാൻ കണ്ടിരുന്നു. ചുമ്മാ ഒന്ന് പോയി നോക്കാം, അവിടെ ഉണ്ടാവില്ലെന്നൊന്നും അറിയത്തില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോയിട്ട് അവിടെയൊക്കെ ചമ്മാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം വെറുതെ ഒന്ന് പ്ലാൻ ചെയ്ത് പോകുന്നു. അവിടെ നടന്നില്ലെങ്കിൽ ഞങ്ങൾ നേരെ ചെമ്പൂക്ക് പള്ളിയുടെ അവിടെ പോകുന്നു. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. ഇല്ല, ഒന്ന് കറങ്ങുന്നു. ഈ ഞങ്ങളുടെ ഇവിടുത്തെ പള്ളിയിൽ പോകുന്നു, പള്ളിയുടെ അവിടെ പോകുന്നു, ഒന്ന് പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് ഞങ്ങളുടെ കാര്യം. ഞങ്ങൾ പുത്തൻകോടിയൊക്കെയാണ് ഇട്ടേക്കുന്നത്. രണ്ടുപേരും ഏകദേശം കളർ മാച്ച് ചെയ്തിട്ട് കഴിഞ്ഞ ക്രിസ്മസിന് എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിനും ന്യൂ ഇയറിനും വേണ്ടിയിട്ട് 2 എടുത്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിന് ഇട്ടു, ഇതിപ്പോൾ ന്യൂ ഇയറിൻ്റെ പുത്തൻകോടിയാണ്. ഇന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇടാനും പറ്റിയല്ലോ. ന്യൂ ഇയറിന് വേണ്ടിയിട്ട് മേടിച്ചതല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കഴിഞ്ഞ വർഷം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ടാകും. ഞങ്ങൾ വീട് മാറി, വണ്ടി എടുത്തു. പിന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, ദൈവം സഹായിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഒരു വർഷം ആയിരുന്നു. ആദ്യം കുറച്ച് ടഫായിരുന്നെങ്കിലും പിന്നീടുള്ള സമയം കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. അടുത്ത വർഷം അതിനേക്കാൾ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല അടിപൊളിയാവട്ടെ എന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ ഞാൻ പിന്നെ കുറേ ട്രിപ്പൊക്കെ പോയി. സോ താങ്ക് യു. അപ്പം നമുക്ക് പോവാം. എങ്ങോട്ടെന്നറിയില്ല, പോവാം. ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വർഷം നമ്മുടെ MGO ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത പപ്പാനെ കത്തിക്കോ തിരക്കുണ്ടോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെന്ന് കണ്ടപ്പോൾ ഭയങ്കര കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നു. കുറേ നേരം പാട്ടും ഡാൻസും ഒക്കെയായി ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പം 12 മണി ആവാനായിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വർഷം ഫോർട്ട് കൊച്ചിയിൽ കാർണിവൽ പപ്പാനിയെ കത്തിക്കാൻ പാടില്ല എന്ന് അങ്ങനെ ഒരു റൂൾ എന്തോ വന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇവിടെ പപ്പാനിയെ കത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു MGO ക്വാർട്ടേഴ്സിനടുത്തേക്ക് എല്ലാവരും വന്നെന്ന് തോന്നുന്നു. അപ്പം തിരക്ക് കൂടിയത് കൊണ്ട് തന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ആ പപ്പാനിയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണം, വലിയ പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് മാറി നിൽക്കണം എന്ന്. പക്ഷെ എല്ലാവരും അവിടെ തന്നെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ഈ സ്ഥലം കണ്ടവർക്ക്, ഇവിടെ അറിയുന്നവർക്കറിയാം, ഞങ്ങളിപ്പോൾ കയറി നിൽക്കുന്നത് നമ്മുടെ KCBയുടെ ഓഫീസുണ്ട്, അതിൻ്റെ മുകളിലാണ്. ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും ഞങ്ങൾ പോയി നുഴഞ്ഞു കയറി അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ മലയാറ്റൂരായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നത്തെ വർഷം ഫോർട്ട് കൊച്ചി പോയായിരുന്നു. ഈ വർഷം എനിക്ക് വർക്കുള്ളത് കൊണ്ട് എനിക്ക് ഇത്തിരി ടയേർഡൊക്കെ ആയതുകൊണ്ട് അങ്ങ് പോകാനൊരു മൂഡ് വന്നില്ല. അപ്പോൾ ഒരു 11 മണിയായപ്പോൾ ഇറങ്ങി നോക്കിയതാണ് എന്താ സംഭവിക്കണമെന്ന്. അപ്പോൾ ഇതാ നല്ല തിരക്ക്. 12 മണിയായി ഗൈസ്. ഹാപ്പി ന്യൂ ഇയർ. പപ്പാനിനെ കത്തിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും കണ്ണുകളും എല്ലാം അങ്ങോട്ട് തന്നെയാണ് പപ്പാനിനെ കത്തുന്നത്. എത്ര തിരക്കാന്ന് നോക്കിക്കുക, നിങ്ങൾ തന്നെ നോക്കിക്കുക. ഇത് MGO ക്വാർട്ടേഴ്സിൽ എല്ലാ വർഷവും ഉണ്ടാകുമെങ്കിലും ഏറ്റവും കൂടുതൽ തിരക്കായ വർഷം ഈ വർഷമായിരിക്കും കേട്ടോ. അതുപോലെ തിരക്ക്.
കൊച്ചിക്കാർക്ക് ഇതൊരു വലിയൊരു ആഘോഷമാണ്. അവരുടെ ഇത്രയും നാളത്തെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ കെട്ടഴിയുന്ന ഒരു ദിവസമാണ് ഡിസംബർ 31 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൊച്ചിൻ കാർണിവൽ ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാ വർഷവും കൊണ്ടാടുന്നതാണ്. എല്ലാ വർഷവും പോകാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കൊച്ചിൻ കാർണിവൽ കാണാൻ പോകാറുണ്ടായിരുന്നു. പക്ഷേ കൊച്ചിക്കാർക്ക് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു വികാരമാണ്. അതുകൊണ്ട് എല്ലാ ആഘോഷങ്ങളും നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കാറുണ്ട്. കൊച്ചിക്കാർ മാത്രമല്ല, എല്ലാവരും ആഘോഷിക്കാറുണ്ട്. എന്നാലും പ്രത്യേകിച്ചൊരു കൊച്ചിൻ കാർണിവൽ, അല്ലെങ്കിൽ കൊച്ചിയിലെ പപ്പാനിനെ കത്തിക്കുക, അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലുള്ള ഒരു ട്രീയുടെ മുകളിൽ ലൈറ്റ് ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിക്കാർക്ക് എന്തെന്നല്ലാത്ത ഒരു വല്ലാത്ത അനുഭൂതിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഭയങ്കര പടക്കമൊക്കെ പൊട്ടിച്ചു, കുറേ വലിയൊരു പപ്പാനിയായിരുന്നു, നല്ല രീതിയിൽ കത്തി. അത്രയും ദൂരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, അത്രയും ദൂരെ ഞങ്ങൾ ഈ മുകളിൽ നിന്നിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ചൂട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിക്കുക, അടുത്ത് നിന്നവർക്ക് എത്ര ചൂടുണ്ടാവുന്നു. ഒത്തിരി നേരം കൊണ്ട് അവിടെയുള്ളവർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾ മാറി നിൽക്കുക, ഭയങ്കര അപകടമാണ്. കുഞ്ഞു കുട്ടികളും പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ഒക്കെ ഇതിൻ്റെ പുറത്തൂടെ നടക്കുന്നുണ്ട്. ഈ ന്യൂ ഇയർ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവരും ചില പിള്ളേരൊക്കെ ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ സേഫായിട്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പുറകെ ചാടിത്തുള്ളി ഒത്തിരി പേര് നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം തന്നെ കണ്ടില്ല, അവിടെയൊക്കെ അങ്ങ് നിറഞ്ഞ് ജാമായിട്ട് നിൽക്കുകയാണ്. എന്നാലും ഈ ഒരു ന്യൂ ഇയർ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഇത്രയും അടുത്ത് നിന്ന് ഇത്രയും തിരക്കിനിടെ ഭയങ്കര തിരക്കായിരുന്നു. നോക്കിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും പറ്റുന്നില്ല, ഭയങ്കര ജാമായിട്ട് നിൽക്കുക. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനും മമ്മിയും കൂടെ പതുക്കെ ഒരു 12:15 കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും തിരക്കുകളൊക്കെ കൂടാൻ തുടങ്ങി. ഞങ്ങൾ വന്ന സമയത്ത് തന്നെ നമ്മുടെ ഇവിടെ വണ്ടി കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴും നമുക്കത് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം അത്രയ്ക്ക് തിരക്കാണ്. നോക്കിക്ക് ഫോർട്ട് കൊച്ചിയിൽ ഈ വർഷത്തെ പപ്പാനി കത്തിക്കലില്ലാത്തതുകൊണ്ട് ഇവിടെ കത്തിക്കുന്നു എന്ന് അറിഞ്ഞിട്ടാന്ന് തോന്നുന്നു എല്ലാവരും ഇവിടെ അത്രയും ജനാവലിയായിരുന്നു. ഞങ്ങൾ പിന്നെ പതുക്കെ അങ്ങ് ഇതാ നമ്മുടെ എച്ച് കോട്ടേഴ്സിൽ നിന്ന് കാക്കനാടേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇത്രയും തിരക്ക്. ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെ കട്ട് ചെയ്ത് കയറുന്ന ഒരു വഴിയിലാണ് ഞങ്ങളുടെ വണ്ടി വെച്ച കോട്ടേഴ്സിൻ്റെ ഒരു സൈഡിലാണ് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ ആ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. അവിടെയും വണ്ടി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല, അന്ന് നമ്മൾ വണ്ടി എടുക്കാനും പറ്റുന്നില്ല, അന്ന് കുറച്ച് ഉള്ളിലേക്കൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പയ്യൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങളിനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. 12:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. മടുത്ത്, ഭയങ്കര ക്രൗഡ്, ഭയങ്കര ചൂട്, പിന്നെ എല്ലാം കാണാൻ പറ്റി. പക്ഷെ ഞങ്ങൾ നേരെ ചെന്ന് MG കോട്ടേഴ്സിൻ്റെ അവിടെ ചെന്നിട്ട് മറ്റേ ഇലക്ട്രിസിറ്റി ഓഫീസ് ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങിൽ കയറി അങ്ങ് നിന്ന് ഞങ്ങൾ ആദ്യം തന്നെ ഫസ്റ്റ് കുറച്ച് പുറകിലായിരുന്നു. പിന്നെ തിക്കി ഞങ്ങൾ ഇങ്ങനെ ഏറ്റവും ഫ്രണ്ടിൽ കയറി അങ്ങ് നിന്ന്. ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. പപ്പാനി നേരെ ഫ്രണ്ടിലായിരുന്നു, അതുകൊണ്ട് നേരെ കത്തുന്നത് കാണാൻ പറ്റും. പക്ഷെ ഈ ഇലക്ട്രിക് പോസ്റ്റും സ്റ്റേജൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് ചെറിയൊരു ഇതുണ്ടെങ്കിലും പക്ഷെ നല്ല രസമായിരുന്നു, നല്ല കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ചൂടാ. ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഇത്രയും കുറച്ച് അടുത്ത് അത്ര ക്രൗഡ് കൂടിയിട്ട് കത്തിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. ബാരിക്കേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അവിടെ കയറി, അതിനേക്കാളും കൂടുതൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ലേ. ചെറിയൊരു വീഡിയോ ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ ഞങ്ങൾ വെറുതെ വീട്ടിൽ നിന്ന് ഇരുന്ന് ഇറങ്ങി പോയിട്ട് കണ്ട ഒരു സാധനം ചുമ്മാ പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വെള്ളം കുടിക്കാൻ നോക്കിയിട്ട് ആദ്യം പോയിട്ട് പെട്രോൾ അടിക്കാൻ നോക്കിയിട്ട് പെട്രോൾ പമ്പില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ നേരത്ത് വെള്ളം നോക്കിയിട്ട് വെള്ളത്തിൻ്റെ കടയില്ല, ഒന്നുമില്ല. വീട്ടിലെത്തി, വീട്ടിൽ വന്ന് വെള്ളം കുടിച്ചു. ഞാൻ വെച്ച് വൈൻഡപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾക്ക് ഇന്നത്തെ ന്യൂ ഇയർ, ഞാൻ വർക്ക് കഴിഞ്ഞ് ടയേർഡായിട്ട് അത് വേറെ, പിന്നെ നിന്ന് കാലും കൈയും പോയി അത് വേറെ. 10:30 ആയപ്പോൾ അവിടെ എത്തിയതാന്ന് തോന്നുന്നല്ലേ, 10:30 എങ്ങാണ്ടായപ്പോൾ അവിടെ എത്തിയതാണ്. 12:30 ആയി അവിടെ തുടങ്ങി, 2 മണിക്കൂർ വരെ നിപ്പ്. പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടുണ്ടല്ലോ, ഡാൻസ് പാട്ട് പരിപാടിയൊക്കെ. സ്റ്റേജിൻ്റെ തൊട്ട് പുറകിലായിരുന്നു ഞങ്ങൾ, ബാക്കിൽ നിന്ന് മാത്രം കണ്ടു, എന്നാലും അടുത്തൊന്നും കാണാൻ പറ്റിയല്ല അല്ലേ. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. 2024 ലാസ്റ്റ് വീഡിയോ, 2025 ഫസ്റ്റ് വീഡിയോ ഇങ്ങനെയാണ്. സോ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ വർഷം. അടുത്ത വർഷവും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ വർഷം നല്ലത് വരട്ടെ. കഴിഞ്ഞ വർഷം ചില ബാഡായിരുന്നെങ്കിൽ അടുത്ത വർഷം നന്നായിട്ട് വരട്ടെ. സോ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ദിവസം, നല്ല കൊതുകുണ്ടല്ലോ, മറ്റൊരു ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.